നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റസമ്മതം നടത്തി പ്രതികൾ. അറസ്റ്റിലായ വിനീത, രാധകുമാരി എന്നിവരാണ് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചത്. തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘം പുനരാവിഷ്കരിച്ചു. അതേസമയം പ്രതികളിൽ ഒരാളായ ദിവ്യ ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് ശാലിനി ചേരുന്നു. ശാലിനി, എന്തായാലും ഒടുവിൽ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളായ വിനീതയും രാധാകുമാരിയും കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചോ? തെളിവെടുപ്പ് ഇനി നാളെയും തുടരുമോ? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, അങ്ങനെ ദിയയ്ക്ക് നീതി കിട്ടുകയാണ്. ദിയ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഒപ്പം തന്നെ തട്ടിപ്പ് നടന്ന രീതികളടക്കമുള്ള കാര്യങ്ങൾ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം വിശദീകരിച്ചതാണ്. ഇത് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് തെളിവെടുപ്പ് സമയത്ത് ഈ പ്രതികളായിട്ടുള്ള രണ്ടുപേരും കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. രാധാകുമാരിയും വിനീതയുമാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി കസ്റ്റഡി തുടരുകയാണ്. ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ, ഒപ്പം തന്നെ തെളിവെടുപ്പാണ് കവടിയാറിലെ ഈ ഷോപ്പിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഷോപ്പിലെത്തി നടത്തിയിട്ടുള്ളത്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന 3-ാം പ്രതി അല്ലെങ്കിൽ മൂവർ സംഘത്തിലെ പ്രധാന കണ്ണി ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും ഒക്കെ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിലും ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് 2 പ്രതികൾ പോലീസിനും ക്രൈംബ്രാഞ്ചിനും മുൻപിൽ കീഴടങ്ങിയത്. ഒരു പ്രതി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഉന്നത രാഷ്ട്രീയ ബന്ധമടക്കമുണ്ട് ഇവരുടെ ഒളിവാസത്തിന് എന്നുള്ളതാണ് ആരോപണമായി ഉയരുന്നത്. എന്തായാലും ഇന്ന് ഇരുവരെയും ഈ സംഭവം നടന്ന കടയിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് QR കോഡ് മാറ്റിവെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയത്, ഒപ്പം തന്നെ ഫോണിലെ GPay അടക്കമുള്ള സംവിധാനത്തിലൂടെ QR കോഡ് കാണിച്ച് കസ്റ്റമറുടെ കൈകളിൽ നിന്ന് എങ്ങനെ കാശ് തട്ടിയത് അടക്കമുള്ള കാര്യങ്ങൾ ഇരു പ്രതികളും വിശദീകരിച്ച് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ 40 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് മൂവരും നടത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വളരെ ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിന്റെയും ഒപ്പം തന്നെ തെളിവെടുപ്പിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുറ്റം പ്രതികൾ സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പണം എന്തിന്, ഏത് രീതിയിൽ വിനിയോഗിച്ചു, ആർക്കൊക്കെ കൈമാറ്റം ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പ്രതികൾ കൃത്യമായ രീതിയിലുള്ള മറുപടികൾ നൽകിയിട്ടില്ല. ഈ പണം സ്വന്തമാക്കിയതിന് ശേഷം മൂവരും ഒരുമിച്ച് വീതിച്ചെടുത്തു. അതിനുശേഷം സ്വർണ്ണമടക്കമുള്ള സാധനങ്ങൾ വാങ്ങി എന്നുള്ളതാണ് പ്രതികൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. മറ്റാർക്കെങ്കിലും ഈ തട്ടിപ്പിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. കാരണം 3 വനിതകളാണ്. ഇവർ 3 പേരും മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. മറ്റ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിനപ്പുറം മുൻപ് ഇവർ ജോലി ചെയ്ത സ്ഥാപനത്തിലും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഒപ്പം തന്നെ മറ്റാർക്കെങ്കിലും കേസിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും കസ്റ്റഡിയിൽ തുടരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ പണം ചെലവഴിച്ച കട, സ്വർണം വാങ്ങിയെന്ന് പറയപ്പെടുന്ന ജുവലറി അടക്കമുള്ള ഇടങ്ങളിൽ എത്തിച്ചും തെളിവെടുപ്പ് തുടരാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ.